Hi friends, Bytz in the പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് iPhone 15. ഇവിടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൊടുത്തേക്കുന്നത് 89,900 ആണ്. ഈ SBIന്റെ ക്രെഡിറ്റ് കാർഡിലും ICICIന്റെ കാർഡിലൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഞങ്ങൾ SBIന്റെ ക്രെഡിറ്റ് കാർഡിൽ എടുത്തപ്പോൾ നമുക്ക് 77,000 കിട്ടിയത്. പിന്നെ എൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചു. 1900 ആണ് അഡാപ്റ്ററിന്. സോ ടോട്ടൽ 77,000 പ്ലസ് 1900. 256 GB നല്ല പിങ്ക് വേരിയൻ്റ് ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇപ്രാവശ്യം തന്ന കളേഴ്സൊക്കെ ഒരു രക്ഷയില്ലാത്ത കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി മാക്സിമം ഗേൾസിന് ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കളറ്, നല്ല പിങ്ക് അല്ല പീച്ച് എന്നൊക്കെ പറയാം. സൂപ്പർ കളറാണ്. നമ്മുടെ ഫോൺ ഇവിടെ നിൽക്കട്ടെ. ഇതിൽ ചെറിയൊരു റൂമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, കളർ മാച്ചിങ് USB കേബിൾ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ഫോൺ നോക്കിയാൽ നമ്മുടെ ഫോൺ പീച്ച് കളറാണ്, നമുക്ക് തന്നിരിക്കുന്ന വൈറ്റ് കേബിൾ തന്നെയാണ്. അപ്പോൾ അത് ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാണ്. പിന്നെ ഇപ്രാവശ്യം ഐഫോൺ കൊണ്ടുവന്ന ഒരു മെയിൻ സംഭവം തന്നെയാണ് USB-C. അതായത് നമുക്ക് നോർമൽ ആൻഡ്രോയിഡിൻ്റെ Type-C കേബിൾ വെച്ചിട്ട് നമ്മുടെ ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കുറേ സിം ഇജക്റ്റിംഗ് ടൂൾ തന്നിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ കാർഡ്സ് ഉണ്ട്. പിന്നെ ഒരു ആപ്പിളിൻ്റെ സ്റ്റിക്കറും ഉണ്ട്. 20 വാട്ടിൻ്റെ USB-C പവർ അഡാപ്റ്ററാണ്. പവർ അഡാപ്റ്റർ കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. നമുക്കിതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ അങ്ങ് റിമൂവ് ചെയ്യാം. ലുക്ക് വൈസ് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സംഭവമാണ്. 15 പ്രോയിലൊക്കെ കൊടുത്തിരിക്കുന്ന ടൈറ്റാനിയം ഫ്രെയിമിങ് ഇതിൽ കൊടുത്തിട്ടില്ല, അലൂമിനിയം ഫ്രെയിമാണ്. നല്ല മാറ്റ് ഫിനിഷാണ്. പക്ഷേ ആ ടൈറ്റാനിയത്തിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഫിംഗർ പ്രിൻറ്റ് സ്റ്റേ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, സ്മഡ്ജ്, ആ സംഭവം ഇതിൽ വളരെ കുറവാണ്. നമുക്ക് നല്ല കംഫർട്ടബിളാണ് പിടിക്കുമ്പം. അത് ആക്ച്വലി ഒരു ക്യാമറ ഫ്രെയിമിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയും കംഫർട്ടബിളാണ്. നല്ല സ്മൂത്ത് അടിപൊളിയാണ് കേട്ടോ സംഭവം. ലാസ്റ്റ് അത് iPhone 14 കൊടുത്തിട്ടുള്ള 6.1 ഇഞ്ച് സൈസിലുള്ള OLED ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും തന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു സൈസ് ഉണ്ടല്ലോ, ഈ ഒരു സൈസ് കൊണ്ട് തന്നെ സംഭവം ഭയങ്കര ക്യൂട്ടാണ്, നല്ല കംഫർട്ടബിളാണ് കേട്ടോ പിടിക്കാനൊക്കെ ഹാൻഡിൽ ചെയ്യാനും. റെഗുലർ 15 വലിയ ബിൽഡപ്പ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ആക്ഷൻ ബട്ടണൊന്നും കൊടുത്തിട്ടില്ല, നോർമൽ മ്യൂട്ട് ആൻഡ് അൺമ്യൂട്ട് ആണ് കൊടുത്തേക്കുന്നത്. ക്യാമറയിൽ നമുക്ക് വലിയൊരു ചേഞ്ച് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവെ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയായിരുന്നു, ഇപ്പോൾ ഇത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കാണാം ഇതിലെടുത്തിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നാച്ചുറൽ കളറിങ്ങിൽ നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഫോട്ടോസാണ് തന്നിരിക്കുന്നത്. വലിയ കളർ ബൂസ്റ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഓട്ടോ സേവിൽ 24 മെഗാ പിക്സലാണ് ഫോട്ടോസ് സേവ് ആവുന്നത്. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം, ഓട്ടോമാറ്റിക് പോർട്രേറ്റ് മോഡും ഇതുണ്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് ഈ കുറേ ഫോൺസിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഡെപ്ത് ഓഫ് പോർട്രേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ USB-C പോർട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ നോർമൽ ചാർജർ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ USB കണക്ട് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB 2.0 ആണ്. അപ്പം വലിയൊരു സ്പീഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഡാറ്റ ട്രാൻസ്ഫറിൽ. iPhone 15 റെഗുലറിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്നാണ് ഒരു 6.1 ഇഞ്ചിൻ്റെ ഇത്രയും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ്, പിന്നൊന്ന് ഡൈനാമിക് ഐലൻഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. സോ ഫൈനലി നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചധികം ചേഞ്ചസ് തന്നെ iPhone 15 കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ട് മാറ്റ് ഗ്ലാസ് ഓൺ ദ ബാക്ക് സൈഡ് ആണ്. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഡിസ്പ്ലേ, പിന്നെ 48 മെഗാ പിക്സലിൻ്റെ സെൻസേഴ്സ്, 60 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ആൻഡ് USB Type-C. 60 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് മാത്രമാണ് എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 60 ഹെർട്സിൻ്റെ ഡിഫറൻസ്, ഞാൻ 120 ഹെർട്സിൻ്റെ ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 60 ഹെർട്സ് ആയിട്ടുള്ള ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോറിൽ പോയിട്ട് ഡയറക്റ്റ് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.